പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി തിരുവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവം അവിടുത്തെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നത്. നമ്മുടെ പ്രത്യാശ മനുഷ്യരിലല്ല നാം പ്രത്യാശ വയ്ക്കേണ്ടത്. മറ്റു പലരും എൻ്റെ ഒപ്പം ഉണ്ടാകും, എന്നെ സഹായിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ കാണും എന്ന നാം മനുഷ്യനിലല്ല പ്രത്യാശ വയ്ക്കുവാൻ ഇടയായി തീരേണ്ടതാണ്. വചനം പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ, വാക്കു പറഞ്ഞാൽ മാറ്റിക്കളയാൻ കർത്താവ് മനുഷ്യ സ്വഭാവത്തിൽ നിൽക്കുന്നവനല്ല. മനുഷ്യൻ വാക്കു പറയുമ്പോൾ അത് മാറുവാനിടയായിത്തീരും. പല സാഹചര്യങ്ങളിലും നമ്മളെ ഒറ്റപ്പെടുത്തുവാനിടയായിത്തീരും. എന്നാൽ സർവശക്തനായ ദൈവം വാക്കു പറഞ്ഞാൽ മാറ്റിക്കളയുന്ന ദൈവമല്ല. ആ കർത്താവ് നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് വചനം പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിലായിത്തീരുവാനിടയായിത്തീരട്ടെ. അത് ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മുടെ പ്രത്യാശ എന്ന് പറയുമ്പോൾ ആഗ്രഹം, എനിക്കൊരു പ്രത്യാശ, അദ്ദേഹം എന്നെ സഹായിക്കും, അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ പ്രത്യാശയാണ്. ലോകത്തിലെ അധികാരി എനിക്ക് കൂട്ടുനിൽക്കും, എൻ്റെ കൂടെ കാണും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, ഒരധികാരികളും നമുക്ക് കൂട്ടുനിൽക്കത്തില്ല. ഇന്ന് സകല അധികാരികളും കള്ളന്മാർക്കും വഞ്ചകന്മാർക്കും അനീതി പ്രവർത്തിക്കുന്നവർക്കും കൂട്ടുനിൽക്കുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ വിഷയം എന്താണോ ആ വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ പ്രത്യാശ വയ്ക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പലപ്പോഴും നമ്മുടെ പ്രത്യാശ വക്കീലിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്, പോലീസ് അധികാരികളിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്, പഞ്ചായത്ത് മെമ്പറിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്, ഭവനത്തിലുള്ളവരിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, പോലീസ് അധികാരികളോ നാം പ്രതീക്ഷിക്കുന്നവരോ നാം ചിന്തിക്കുന്നവരോ നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകിത്തരാതിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകിത്തരാൻ ഒരേ ഒരുവനെ കഴിയത്തുള്ളൂ, അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ പ്രത്യാശ ദൈവസന്നിധിയിൽ വയ്ക്കുവാനിടയായി തീരട്ടെ. അതിനാധാരമായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 42-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുവാനിടയായിത്തീരും. ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്ന ദൈവജനത്തോട്, ഉള്ളിൽ ഭാരപ്പെട്ട് ഞരങ്ങുന്ന ദൈവജനത്തോട്, എൻ്റെ വിഷയത്തിന് ആരെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഞാൻ എവിടെ പോയാൽ എൻ്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകും, ഏത് വക്കീലിനെ കണ്ടാൽ എൻ്റെ കേസൊന്ന് വിജയിക്കും, ഏത് പോലീസുകാരനെ കണ്ടാൽ എൻ്റെ വിഷയത്തിനൊന്ന് FIR ഇടും എന്ന് നാം ചിന്തിച്ച് വിഷാദ മനസ്സോടിരിക്കുമ്പോൾ,
സർവശക്തനായ ദൈവം പറയുന്നു, ലോകം നിനക്ക് തുണ നിൽക്കത്തില്ല, ലോകം നിന്നെ കരുതത്തില്ല, ലോകം നിന്നെ സഹായിക്കത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ വിഷയം എന്താണോ ആ വിഷയത്തെ ഉയരത്തിലേക്കൊന്ന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആമീൻ, സർവശക്തനായ ദൈവം നിന്റെ വിഷാദിച്ചിരിക്കുന്ന അനുഭവത്തെ, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തെ, നീ വേദനപ്പെട്ടിരിക്കുന്ന വിഷയത്തെ, അതെന്തുമാകട്ടെ, സർവശക്തനായ ദൈവം അതിനൊരു നീക്കുപോക്ക് നൽകി തന്ന് സ്വർഗം മാനിക്കുവാൻ ഇടയായിത്തീരും. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, പല അധികാരികളെയും ആശ്രയിച്ചിട്ടും അധികാരികളിൽ കൂടി ഒരു മോചനം ലഭിക്കാതിരിക്കുമ്പോൾ, എന്റെ അനുഭവമാണ് പറയുന്നത്, പല അധികാരികളിൽ നിന്നും ഒരു മോചനം ലഭിക്കാതിരിക്കുമ്പോൾ, കള്ളന്മാർക്കും വ്യഭിചാരികൾക്കും കൂട്ടുനിൽക്കുമ്പോൾ, സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, അത് ഹൃദയ നുറുക്കത്തോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? ദൈവാത്മാവ് നിന്റെ വിഷയത്തിന് അവിടുന്ന് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. ദൈവാത്മാവിന്റെ പ്രവൃത്തി, വാക്ക് പറഞ്ഞാൽ മാറ്റിക്കളയാൻ അവൻ ലോകത്തിൽ അധികാര പദവിയിൽ ഇരിക്കുന്നവനല്ല. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്ത, കുലമരത്തിൽ യാഗമായി തീർന്ന സ്വർഗീയ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുമെന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ വിഷാദിച്ചിരിക്കുന്ന വിഷയം എന്താണോ അതിന് പരിഹാരം തന്ന് സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 1 പത്രോസ് ലേഖനം 1:21, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കട്ടെ എന്നാണ് അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. മനുഷ്യനിൽ ആശ്രയിക്കുകയും മനുഷ്യനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനും നാം തയ്യാറാകാതെ, നമുക്ക് വിഷയത്തിന് പരിഹാരം നൽകിത്തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അവിടെ വായിക്കുന്നു, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഉള്ളിൽ വേദന അനുഭവിക്കുന്ന, ഉള്ളിൽ ഞരങ്ങുന്ന പ്രിയമുള്ളവരെ നോക്കി ഇന്ന് രാത്രികാലം ദൈവിക ദൂത് വിളിച്ചു പറയുന്നു, ഉള്ളിൽ ഞരങ്ങുന്ന പ്രിയമുള്ളവര്, വേദനപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവര്, ആരും നിന്റെ ഹൃദയത്തെ അറിയുന്നില്ല എങ്കിലും, നിന്റെ വേദനകളെ അറിയുന്നില്ല എങ്കിലും അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? വിഷയത്തിന് പരിഹാരം സർവശക്തനായ ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ വിഷയത്തിന് പരിഹാരം നൽകി തരുന്ന ഉടയ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ ഉടയ തമ്പുരാൻ വിടുവിക്കുമാറാകട്ടെ. സ്തോത്രം.